Good morning. Okay. നമ്മളിപ്പോ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? ആഴ്ച നോക്കിയിരുന്നോ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് തൊട്ടോളം വരെ വായിച്ചു? ഓക്കെ. പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ കേട്ടോ. 46. നമ്മളുടെ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ എടുത്ത് നിർത്തിയത് അല്ലെ? എച്ച് പോയിന്റ് വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് എന്ത്? മെഡിക്കൽ എക്സാമിനേഷൻ ഇൻ OPD. മെഡിക്കൽ എക്സാമിനേഷനിൽ 3 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്, നോക്കിക്കോളൂ. A detailed social and medical history of the patient is taken by the physician and is recorded. എന്താണ് ഒരു പേഷ്യന്റ് OPD-യിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സോഷ്യൽ ആയിട്ടുള്ളതും മെഡിക്കൽ ആയിട്ടുള്ള ഹിസ്റ്ററീസ് അദ്ദേഹത്തിന്റെ എല്ലാ ഡീറ്റെയിൽസുകളും എന്ത് ചെയ്യുന്നുണ്ട്? ഫിസിഷ്യൻ റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. Patient's temperature, BP, pulse, respirations, etc. are recorded. അതുപോലെ തന്നെ എല്ലാ മെഡിക്കൽ ഹിസ്റ്ററീസ് ആയാലും സോഷ്യൽ ആയിട്ടുള്ള ഡാറ്റാസ് ആയാലും റെക്കോർഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്തും ചെയ്യുന്നുണ്ട്? പേഷ്യൻസിന്റെ ടെമ്പറേച്ചർ, BP, പൾസ്, അതുപോലെ തന്നെ ശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അവിടെ അദ്ദേഹം റെക്കോർഡ് ചെയ്തിരിക്കുന്നു. പിന്നെ എന്താണ്? The necessary investigations such as investigation എന്ന് പറയുമ്പോൾ അറിയാലോ എന്താണ്? ടെസ്റ്റുകൾ അല്ലെ, ലാബ് ടെസ്റ്റുകൾ, CT സ്കാൻസുകൾ ഇതൊക്കെ ആവാം. അപ്പോ the necessary investigations such as X-ray, lab test is done to diagnose the disease and prescribe treatment. നമുക്കറിയാം ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരാള് പേഷ്യൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പനിയായിട്ട് അല്ലെങ്കിൽ എന്താണ് തുടർച്ചയായിട്ടുള്ള വയറുവേദന അങ്ങനെയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മളോട് സ്കാൻ ചെയ്യാൻ പറയും അല്ലെ? സ്കാനിങ് എടുത്ത് അതിന്റെ റിസൾട്ട് കിട്ടിയതിനു ശേഷം റിസൾട്ട് നോക്കിയതിനു ശേഷം മാത്രമാണ് രോഗം നിർണയിച്ച് ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് നൽകുന്നത്. ഓക്കെ. അപ്പൊ അതാണ് അവിടെ പറയുന്നത്. എന്താണ് ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നെസസറി ഇൻവെസ്റ്റിഗേഷൻസ് ആവശ്യമായിട്ട് അല്ലെ, ആവശ്യമായിട്ട് ഇങ്ങനെ ടെസ്റ്റുകളോ എക്സ്റേസ് ഒക്കെ വന്നു കഴിഞ്ഞാല് അത് നോക്കിയിട്ട് അതിന്റെ റിസൾട്ട് കിട്ടി ഡയഗ്നോസിസ് ചെയ്ത് രോഗം നിർണയിച്ചുകൊണ്ട് ട്രീറ്റ്മെന്റുകൾ പ്രിസ്ക്രൈബ് ചെയ്യും. Those who are admitted to hospital for further investigations and treatment to the concerned ward on the advice of a treating doctor. The ward is designated by the staff at the admission desk and entered into the കേസ് ഷീറ്റ്. ഇവിടെ പറയുന്നത് കൂടുതൽ പരിശോധനകൾക്ക് അതുപോലെ തന്നെ ചികിത്സയ്ക്കുമായിട്ട് ആശുപത്രിയിൽ പ്രവേശിക്കുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ ചികിത്സിക്കുന്ന ഡോക്ടറുടെ ഉപദേശപ്രകാരം നമ്മൾ ബന്ധപ്പെട്ട വാർഡിലേക്ക് പോകുന്നു അല്ലെ? ഫിസിഷ്യൻ ആവാം നമ്മളെ നോക്കുന്നത്, ഫിസിഷ്യൻ പറയുന്നത് അഡ്മിറ്റ് ആവണം. അപ്പോ എന്താണ് നമ്മള് ഇപ്പൊ എന്താണ് എന്തെങ്കിലും പനിയോ അല്ലെങ്കിൽ ശ്വാസ തടസ്സമായിട്ട് വരുന്നാല് മെഡിക്കൽ വാർഡിലേക്ക് പോകും. അല്ലെങ്കിൽ എന്താണ് ഇപ്പോ എന്തെങ്കിലും ന്യൂറോന്റെ അല്ലെ കൈക്കോ കാലിനോ ബലക്കോ അല്ലെങ്കിൽ സ്ട്രോക്ക് വന്നിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ന്യൂറോന്റെ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വിടുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഫിസിഷ്യൻ പറയുന്നത് അനുസരിച്ചിട്ടാണ് നമ്മുടെ വാർഡിലേക്ക് മാറ്റുന്നത്. അപ്പൊ അഡ്മിഷൻ ഡെസ്കിലെ ജീവനക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? വാർഡ് നിയുക്തമാക്കുകയും, അഡ്മിഷൻ ഡെസ്ക് അറിയാലോ അഡ്മിറ്റ് ആകുന്നുണ്ടോ, നമ്മള് ഇപ്പൊ അഡ്മിറ്റ് ആക്കാനുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവർ ചോദിക്കും അല്ലെ, വാർഡ് വേണോ, റൂം വേണോ അല്ലെ, AC റൂം വേണോ എന്നൊക്കെ ചോദിക്കാറുണ്ടല്ലേ ഹോസ്പിറ്റലിൽ പോകുമ്പോ. അപ്പൊ അവരാണ് ഈ റൂമിന്റെ കാര്യങ്ങൾ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അഡ്മിഷൻ ഡെസ്കിലെ സ്റ്റാഫില് നിയുക്തമാക്കുന്ന നമുക്ക് വാർഡാണെങ്കിൽ അല്ലെങ്കിൽ റൂം ആണെങ്കിൽ റൂമിലേക്ക് അവര് മാറ്റി തരികയും നമുക്കൊരു എന്താണ് റൂം വേണമെങ്കിൽ റൂം അല്ലെങ്കിൽ വാർഡ് വേണമെങ്കിൽ വാർഡിലേക്ക് അവര് ചെയ്തു തരുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ കേസ് ഷീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ഈ മെഡിക്കൽ എക്സാമിനേഷനിൽ വരുന്നത്. ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ 3 കാര്യങ്ങളും?
ഇനി നെക്സ്റ്റ് ആണ് എന്താ ട്രാൻസ്പോർട്ടിങ് ദ ക്ലയന്റ് ഫ്രം OPD ടു IPD അല്ലെ. OPD വരുന്ന പേഷ്യന്റ് ആയിരിക്കാം, അത് IPD-യിലേക്ക് അഡ്മിറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്നാണ് കേട്ടോ. നോക്കാം, 3 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. Clients who are not very ill and are able to walk are accompanied to work by nurse or attendant. എന്താണ് ചെയ്യുന്നത്? ഇപ്പൊ അധികം അസുഖങ്ങളില്ല, നടന്നു പോകാൻ പറ്റുന്ന രീതിയിലുള്ള പേഷ്യന്റ് ആണെങ്കിൽ അവരെങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? വാർഡിലേക്ക് വാർഡ് നഴ്സുമാരോ അല്ലെങ്കിൽ അറ്റൻഡന്റുമാരോ വന്നിട്ടാണ് അവരെ കൊണ്ടുപോകുന്നത്, കാണിച്ചു തരും നമ്മൾ. ഇനി അതുപോലെ തന്നെ എന്താണ്, വീൽ ചെയേഴ്സ് should be available for those who are too sick, weak, not able to walk. ഇനി നടക്കാൻ പറ്റാത്ത പേഷ്യൻസ്, ഒട്ടും നടക്കാൻ പറ്റാത്ത കാലുകളൊക്കെ തളർന്ന പേഷ്യന്റ് ആണെങ്കിൽ അവരെ വീൽ ചെയറിലൊക്കെ വെച്ച് അല്ലെ, രോഗം ബാധിച്ചവരോ ഏറ്റവും ബോഡി വീക്ക് ആയിട്ടുള്ള ആളുകളൊക്കെ വന്നു കഴിഞ്ഞാല് വീൽ ചെയേഴ്സിലാണ് നമ്മൾ കാണാറുണ്ട് അല്ലെ, വീൽ ചെയേഴ്സിൽ കൊണ്ടുപോകുന്നത്. ഇനി എന്താണ്, ക്ലയന്റ് who are brought to hospital on ambulance should be carried to their respective ward on structure. ഇനി ആംബുലൻസ് വളരെ സീരിയസ് ആയിട്ട് കൊണ്ടുവരുന്ന പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അപ്പൊ അവരെ ആയിരിക്കും സ്ട്രക്ചറിൽ നിന്നായിരിക്കും വാർഡിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങളാണ് പറയുന്നത്. ഇനി 5th പോയിന്റ് എന്താ, റിസീവ് ദ പേഷ്യന്റ് ബൈ വാർഡ് സിസ്റ്റർ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ വാർഡിനും ഇതിന്റെ ഇൻചാർജ് ഉണ്ടാവും അല്ലെ, സിസ്റ്റർ ആണ് പേഷ്യന്റിനെ റിസീവ് ചെയ്യുന്നത്. ഓക്കെ, വായിച്ചു നോക്കി ഇത്രയും കാര്യങ്ങൾ 5th പോയിന്റ് വരെ. ഇതിൽ ഇമ്പോർട്ടൻസ് പോയിന്റ് നിങ്ങൾ ഇങ്ങനെ ഓരോ ലൈനും വായിച്ചു നോക്കണം കേട്ടോ. പോയിന്റ് ആയതുകൊണ്ടേ അപ്പൊ ഈ 3 പോയിന്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. വീൽ ചെയറിൽ കൊണ്ടുപോകുന്ന രോഗികള്, അതുപോലെ തന്നെ സിക്കായിട്ടുള്ള പേഷ്യൻസിനാണ് വീൽ ചെയറിൽ കൊണ്ടുപോകുന്നത്, നടന്നു പോകാൻ പറ്റുന്ന പേഷ്യൻസിനൊക്കെ നേഴ്സ് അല്ലെങ്കിൽ ആംബുലൻസ് ആണ് കൊണ്ടുപോകുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം, ഇതിനുള്ളു വരുന്നത്. അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി ഓഫ് നേഴ്സ്, നമ്മൾ അടുത്ത ഭാഗം പഠിക്കുമ്പോഴും ഇത് കറക്റ്റ് ആയിട്ട് ഏതൊക്കെയാണ് റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് ഓർത്ത് വെക്കാം. അധികം ഇമ്പോർട്ടൻസ് പോയിന്റ്സ് പറഞ്ഞു തരാനില്ല, ഓരോ പോയിന്റിനും പോയിന്റ് വൈസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഓരോ പോയിന്റ് വായിച്ചു നോക്കേണ്ടതുണ്ട്. ഓക്കെ, 5th പോയിന്റ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ, ഇത്രയും പേര് എടുത്തത്. വായിച്ചു നോക്കാം കേട്ടോ, കഴിഞ്ഞാൽ പങ്കിടാം. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഇത് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ നേഴ്സ്. നേഴ്സിന് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ്? ഇതാണ് ഓരോ പോയിന്റ് വൈസ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, പ്രിപ്പയർ റൂം പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടതായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കേണ്ടത് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, prepare a clean and neat admission room with all the necessary items according to the needs of the patient. എന്താണ് റൂം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടതായിട്ടുള്ള ക്ലീൻ ചെയ്യുക, റൂമുകൾ ക്ലീൻ ചെയ്ത് കൊടുക്കുക, നീറ്റ് ആക്കിയിടുക. അഡ്മിഷൻ പേഷ്യന്റ് വരുന്നുണ്ടല്ലേ,
അപ്പൊ പേഷ്യന്റ് വരുന്നുണ്ട്, ഇന്ന റൂമാണ് എന്നുള്ളത് ഇൻഫോം ചെയ്തിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ആ റൂമുകളൊക്കെ നീറ്റ് ആക്കി അത് ക്ലീൻ ചെയ്തിടാനായിട്ട്, അതുപോലെ തന്നെ എന്താ പേഷ്യൻസിന്റെ ആവശ്യം അനുസരിച്ച് അവരുടെ നീഡ്സ് അനുസരിച്ചുകൊണ്ട് ക്ലീൻ ആക്കി നീറ്റ് ആക്കി ഇട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെന്താ പ്രിപ്പയർ ആൻഡ് prepare an appropriate type of bird with adequate adjusted height of the bed. ചില നഴ്സുമാര് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ചില പേഷ്യൻസിന് ഇപ്പൊ ബൈസ്റ്റാൻഡർ ഒന്നും ഇല്ലാത്ത പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ബൈസ്റ്റാൻഡർ ഉണ്ടാവാം, അപ്പൊ അവർക്ക് ചിലപ്പോൾ അറിയാത്ത ഇതിൽ നിൽക്കുകയാണെങ്കിൽ അങ്ങനെ ഈ ബെഡൊക്കെ ഹൈറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് നഴ്സുമാരാണ് വരുന്നത് അല്ലെ. ചിലർക്ക് ബൈസ്റ്റാൻഡേഴ്സ് ഒക്കെ ചെയ്യും, ചിലർക്ക് അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നഴ്സുമാരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്തു തരാറുണ്ട്. ഇല്ലേ? ആണോ? ചെയ്തു തരാറില്ലേ? അല്ലെ? അതുപോലെ തന്നെ ബെഡ്ഷീറ്റുകള്, ബെഡ് കവർ, പില്ലോ കവർ ഒക്കെ അവരിങ്ങനെ വിരിച്ചു തരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, അപ്പൊ പേഷ്യൻസിന്റെ ആവശ്യവും നീഡ്സ് അനുസരിച്ച് റൂമുകൾ ക്ലീൻ ആക്കുന്നു. അതുപോലെ തന്നെ ബെഡിന്റെ ആവശ്യം അനുസരിച്ച്, പേഷ്യൻസിന്റെ ആവശ്യം അനുസരിച്ചിട്ട് പ്രോപ്പർ ആയിട്ട് എന്താണ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അത് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇനി എന്താ ഐഡന്റിഫൈ സെൽഫ്. ഓക്കെ, സ്വയം തിരിച്ചറിയുക. എന്താണ് വെൽക്കം ദ പേഷ്യന്റ് ആൻഡ് ഹിസ് ഫാമിലി വിത്ത് വാം അപ്രോച്ച്. എന്താണ് പേഷ്യൻസിന്റെ ഫാമിലിയെയും പേഷ്യൻസിനെയും നല്ല രീതിയിൽ വെൽക്കം ചെയ്യാം. അതുപോലെ തന്നെ മേക്ക് ദ പേഷ്യന്റ് കംഫർട്ടബിൾ ഇൻ ദ ബെഡ് ആൻഡ് പ്രൊവൈഡ് ഹിം വിത്ത് ഹോസ്പിറ്റൽ ക്ലോത്ത്സ് ആൻഡ് എൻഷുർ ആഡിക്വേറ്റ് പ്രൈവസി. എന്താണ് നമ്മൾ പറഞ്ഞു അല്ലെ, ബെഡ് കവർ, അതുപോലെ തന്നെ ഇപ്പോ ചില ഹോസ്പിറ്റലിന്റെ മദർ ലോ ഒക്കെ കഴിഞ്ഞ സമയത്ത് ആളെപ്പോഴും ഹോസ്പിറ്റലാണ്, അപ്പൊ ആ ടൈമില് എന്താ ഈ ബെഡിന്റെ കവറൊക്കെ അവരാണ് ചേഞ്ച് ചെയ്തിരുന്നത്. ഓക്കെ, നഴ്സുമാര് വന്ന് കുറച്ച് നാൾ ഒരാഴ്ച അല്ലെങ്കിൽ 2-3 ദിവസമൊക്കെ ബെഡിന്റെ കവറൊക്കെ മാറ്റി തരും. 3 ദിവസമൊക്കെ കഴിയുമ്പോൾ ബെഡ് കവർ ആയാലും പില്ലോ കവർ ആയാലും അവര് മാറ്റി തന്നു ക്ലീൻ ആക്കി തിരിച്ചൊക്കെ തരുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നഴ്സുമാര് ചെയ്തു തരാറുണ്ട്. അതുപോലെ തന്നെ ഈ പ്രൈവസി, സ്വകാര്യത ഉറപ്പുവരുത്തണം പേഷ്യൻസിന്, അവരുടെ പ്രൈവസി എന്തായാലും ഉറപ്പുവരുത്താം. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. പിന്നെന്താ ലെസൺ ആൻസൈറ്റി ഓർ ഫിയർ. എന്താണ് ഈ പേഷ്യൻസിന് അഡ്മിറ്റ് ആവുമ്പോ ചിലപ്പോ എന്താണ് പേടി വരാം ഇല്ലേ. നമ്മളായാലും അഡ്മിറ്റ് ആയി കിടക്കുമ്പോ എന്താണ് എനിക്ക് എന്താണ് അസുഖം, എന്താണ് ഇങ്ങനത്തെ അസുഖങ്ങളൊന്നും മാറാത്തത്, എപ്പോഴും ഹോസ്പിറ്റലാണല്ലോ, അല്ലെങ്കിൽ എപ്പോഴും എനിക്കിനി ഡിസ്ചാർജ് ആയിട്ട് പോണ്ടി വരും, എന്തൊക്കെ മരുന്നുകളായിരിക്കാം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് പേടി വരാം ഇല്ലേ. സ്വാഭാവികമാണ് അല്ലെ, ആർക്കായാലും പേടി വരാറുണ്ട്. അപ്പോ പേഷ്യൻസിന് അങ്ങനെയുള്ള പേടികളൊക്കെ ഒന്ന് കുറച്ചു കൊടുക്കാം. എന്നിട്ട് ഒരാഴ്ച പോകാൻ പറ്റും, പേടിക്കേണ്ട ആവശ്യമില്ല. എന്താണ് അധികം അസുഖങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഇത്രയും കാര്യങ്ങളല്ലേ ഉള്ളൂ, ജസ്റ്റ് ചുമ അല്ലെങ്കിൽ കുറുങ്ങലല്ലേ ഉള്ളൂ, കുഴപ്പമില്ല, അത് മരുന്ന് ചെയ്ത് കഴിയുമ്പോൾ മാറിക്കോളും, ആന്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞൊന്ന് അവർക്കൊരു ആശ്വാസം കൊടുക്കുക, പേടി ഒന്ന് ലെസൺ ചെയ്യിപ്പിക്കുക. ഇത്തരം കാര്യങ്ങളാണ് ഐഡന്റിഫൈ സെൽഫിൽ വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഓറിയന്റ് പേഷ്യന്റ്. ഓറിയന്റ് പേഷ്യന്റ് എന്ന് പറഞ്ഞാല് പേഷ്യൻസിനെ ചില കാര്യങ്ങളിൽ ബോധ്യവാന്മാരാക്കേണ്ടതുണ്ട്. ഓക്കെ, അതാണ് ചെറിയ ചെറിയ പോയിന്റ്സ് ആയിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. അവരെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ബോധ്യവാന്മാരാക്കേണ്ടതും ചില കാര്യങ്ങളിൽ ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ നോക്കിയേ, ലൊക്കേഷൻ ഓഫ് നഴ്സ് സ്റ്റേഷൻ അല്ലെ. നഴ്സ് സ്റ്റേഷൻ കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ, നഴ്സ് സ്റ്റേഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ എന്താണ് നഴ്സുമാരുടെ ഇരിക്കുന്ന അവരുടെ സ്ഥലം അല്ലെ, ആ നഴ്സ് സ്റ്റേഷൻ എങ്ങനെയാണ്, എവിടെയാണെന്നുള്ളത് അവിടെ ലൊക്കേഷൻ നമുക്കറിയില്ല. നമ്മളെ അഡ്മിറ്റ് ആക്കി റൂമിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിന് എന്തെങ്കിലും സംഭവിക്കുക, അല്ലെങ്കിൽ ആരും ബൈസ്റ്റാൻഡർ ഒന്നും ഇല്ല, അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും രാത്രിയൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് നഴ്സുമാരെ ഓടിച്ചിട്ട് വിളിക്കണം അല്ലെ. നഴ്സുമാർ ഇരിക്കുന്ന സ്ഥലം എവിടെയാണല്ലേ, അവരുടെ ലൊക്കേഷൻ അറിയില്ലെങ്കിൽ എന്താണ് നമ്മൾ പരിഭ്രാന്തരായിട്ട് അങ്ങോട്ട് ഓടി നടക്കും അല്ലെ. അപ്പൊ അവര് പറഞ്ഞു കൊടുക്കും, ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലത്താണ്, റൈറ്റിന് ലെഫ്റ്റിലോട്ട്, അല്ലെങ്കിൽ അവിടെ നമ്മുടെ റൂമിന്റെ അടുത്ത് തന്നെ അവര് ആ ലൊക്കേഷൻ ആയിരിക്കും അല്ലെ അവിടെ ഉണ്ടാകുന്നത്. അവര് പറഞ്ഞു കൊടുക്കും, ഞങ്ങളുടെ ഓഫീസ് ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലത്താണ് കേട്ടോ, എന്തെങ്കിലും ആവശ്യമെങ്കിൽ വിളിക്കുക എന്നുള്ളത് അല്ലെ. ലൊക്കേഷൻ എന്താണ്, എവിടെയാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. പിന്നെ എന്താണ് റൂം ബൗണ്ടറീസ്. എന്താണ് ബൗണ്ടറി എന്ന് പറഞ്ഞാൽ? എന്തായിരിക്കാം ബൗണ്ടറി?
അതിരുകള്. ഓക്കെ, അതിരുകൾ അല്ലെ. ഇപ്പോ ചില ആളുകള് നമ്മള് കാണാൻ പറ്റും, ചില ആളുകളെ ചില പേഷ്യൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനാവശ്യമായിട്ട് ഇങ്ങനെ ചിലപ്പോ രാത്രിയൊക്കെ ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കണതാണ്. ഇല്ലേ? ചില പേഷ്യൻസ് നമ്മളൊന്നും പുറത്തോട്ടൊന്നും ഇറങ്ങൂല അല്ലെ, ചിലവര് അല്ലെ, പിള്ളേരായാലും ചിലപ്പോ, അല്ലെങ്കിൽ എന്താണ് മീൻസ് അല്ലെ, അവരൊക്കെ ഇങ്ങനെ നടക്കുന്നത് കാണാം അല്ലെ. അപ്പൊ അവരോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എന്താണ് നമ്മുടെ സ്ഥലം ഇതാണ്, ആ അതിര് വിട്ട് അങ്ങോട്ടേക്ക് പോകാൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് ഇത്ര മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ നമ്മുടെ റൂം ബൗണ്ടറീസ് എങ്ങനെയാണ്, അതിരുകൾ എങ്ങനെയാണ്, അതിർത്തികൾ എങ്ങനെയാണെന്നുള്ളത് അവർ പറഞ്ഞു കൊടുക്കും. പിന്നെന്താണ് ക്ലോത്ത് സ്റ്റോറേജ്. ഇപ്പോ നമ്മുടെ ബെഡ്ഷീറ്റോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പുതപ്പുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ, പില്ലോ കവറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ക്ലോത്ത് സ്റ്റോറേജ് ചെയ്യുന്ന സ്ഥലം, റൂം ഉണ്ടാവും. അവിടെ പോയിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഇപ്പൊ എന്തെങ്കിലും മുഷിഞ്ഞോ അല്ലെങ്കിൽ കേടായൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് നമുക്ക് പുതിയത് എടുത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ക്ലോത്തുകൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന റൂം എവിടെയാണ് എന്നുള്ളത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പേഷ്യൻസിന് തന്നെ എടുക്കാം, അല്ലെങ്കിൽ ബൈസ്റ്റാൻഡർക്ക് പോയിട്ട് അത് എടുക്കാവുന്നതാണ്. പിന്നെന്താ കോൾ ലൈറ്റ്. കോൾ ലൈറ്റ് എന്തായിരിക്കും അത് പറയാൻ പറ്റുമല്ലോ? കോൾ ലൈറ്റ് കേട്ടിട്ടുണ്ടോ? കോൾ ലൈറ്റ് ഓരോ പേഷ്യൻസിന്റെ റൂമിൽ ഉണ്ടാവും. എന്താണത് കോൾ ലൈറ്റ് എന്ന് പറഞ്ഞാല്? എന്തായിരിക്കാം കോൾ ലൈറ്റ്? റൂമിൽ നിന്ന് വിളിച്ചാൽ മനസ്സിലാവുന്നത് അല്ലെ, നമുക്ക് പറയാൻ പറ്റും ഒരു അലേർട്ട് ആണെന്ന് പറയാൻ പറ്റും അല്ലെ. എന്തെങ്കിലും എമർജൻസി ആയിട്ട്, ഓക്കെ അലാം, ഓക്കെ. അപ്പൊ എന്താണ്, എന്തെങ്കിലും എമർജൻസി ആയിട്ട് നമുക്ക് പേഷ്യൻസിന് വരികയാണെങ്കിൽ അവരെ എന്താണ് ഈ ബെല്ലടിച്ചാൽ മതി എന്ന് പറയാറുണ്ട് അല്ലെ. പല സ്വിച്ചുകൾ, ഫാൻ ലൈറ്റ്, അതുപോലെ തന്നെ ഈ കോൾ ലൈറ്റിന്റെ സ്വിച്ച് ഉണ്ടാവും, അലേർട്ട് ആണ്. അത് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സിസ്റ്റർമാർ അവിടെ നിന്ന് ഓടി വരും ഇല്ലേ. ഓക്കെ, അപ്പൊ അതാണ് കോൾ ലൈറ്റ് എന്ന് പറഞ്ഞത് കേട്ടോ. അലേർട്ടിംഗ് ഡിവൈസസ് ആണ്. ഇപ്പൊ ബൈസ്റ്റാൻഡർ ഒന്നും ഇല്ലാത്ത പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ, രാത്രി എന്തെങ്കിലും ബുദ്ധിമുട്ടോ അവർക്ക് എന്തെങ്കിലും ആവശ്യമായിട്ട് വരികയാണെങ്കിൽ ഇങ്ങനെ കോൾ ലൈറ്റ് ചെയ്തിട്ട് അവരെ വിളിച്ചു കഴിഞ്ഞാൽ റൂമിലേക്ക് വരുന്നതാണ് ബെൽ സ്വിച്ച്. ഇനി എന്താണ് ബെഡ് കൺട്രോൾസ് അല്ലെ. ബെഡ് കൺട്രോൾസ് അറിയാം, നമ്മൾ പറഞ്ഞു അല്ലെ, ഹൈറ്റ് അങ്ങനെ അനുസരിച്ചിട്ട് നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെന്താ ലൈറ്റ് സ്വിച്ച്. ലൈറ്റ് സ്വിച്ച് എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലിൽ നമ്മുടെ വീട്ടിൽ ഉള്ള സ്വിച്ചോ അതുപോലെ തന്നെയുള്ള കാര്യങ്ങളാണോ ഹോസ്പിറ്റലിൽ ഉള്ളത്? അതുപോലെയുള്ള ലൈറ്റുകളും അതുപോലെയുള്ള കാര്യങ്ങളാണോ നമ്മുടെ വീട്ടിൽ? ഇപ്പൊ ചിലപ്പോ കറണ്ട് പോവാം അല്ലെ. ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഡിസ്ചാർജ് അഡ്മിറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഓരോ മിനിറ്റും ചിലപ്പോ എന്താണ് കറണ്ട് ചിലപ്പോ ഒരു മിനിറ്റ് ചിലപ്പോ പോയിട്ടുണ്ടാവാം, എന്നിട്ട് പെട്ടെന്ന് തന്നെ വരുന്നത് കാണാം അല്ലെ. കണ്ടിട്ടുണ്ടാവും. അവിടെ എന്താണ് ഹോസ്പിറ്റലുകളിൽ കറണ്ട് അങ്ങനെ പോവാറില്ല. കാരണം എന്താണ്, രോഗികളാണ് അല്ലെ. എപ്പോഴും ഏത് ടൈമും ലൈറ്റുകൾ ആവശ്യമാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അവിടെ യൂസ് ചെയ്യുന്നത് EES എന്ന് പറഞ്ഞാൽ എസെൻഷ്യൽ ഇലക്ട്രോണിക് സിസ്റ്റം ആണ്. നമ്മുടെ വീടുകളിലെ പോലുള്ള വയറുകളല്ല അവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. എസെൻഷ്യൽ ഇലക്ട്രോണിക്കൽ സിസ്റ്റം. ഓക്കെ, എസെൻഷ്യൽ ഇലക്ട്രോണിക്കൽ സിസ്റ്റം EES. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് കേട്ടോ. നിങ്ങളൊന്ന് ജസ്റ്റ് ഇതിലത്തെ PDF കാര്യങ്ങൾ മാത്രം ഒന്ന് നോക്കിയാൽ മതി. ഇനി എന്താ ഫോൺ പോളിസി, ടെലിഫോൺ പോളിസി. എന്താണ് നഴ്സുമാർക്ക് അല്ലെങ്കിൽ നഴ്സുമാരുടെ നമ്പർ, നഴ്സുമാരിരിക്കുന്ന ആ നഴ്സിംഗ് സ്റ്റേഷനിലെ നമ്പേഴ്സുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ നഴ്സിംഗ് റൂമിലെ നമ്പറോ അല്ലെങ്കിൽ ഇപ്പോ ക്യാൻറ്റീനിലെ നമ്പറൊക്കെ ചിലപ്പോ കൊടുക്കാവുന്നതാണ്. ബൈസ്റ്റാൻഡറിൽ ഇല്ലാത്ത പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് എന്തെങ്കിലും വിളിച്ച് പറയാനായിട്ടൊക്കെ ഇല്ലേ. ക്യാൻറ്റീന്നൊക്കെ നമ്മളിപ്പോ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കൊണ്ടുവരാറുണ്ട് ഫുഡ് ഐറ്റംസുകളൊക്കെ. അതുപോലെ തന്നെ ഇപ്പൊ നഴ്സ് സ്റ്റേഷനിലെ നമ്പറൊക്കെ വിളിച്ച് ചിലപ്പോൾ ബൈസ്റ്റാൻഡറിൽ ഇല്ലാത്ത ചിലപ്പോ കിടപ്പ് രോഗികളോ അല്ലെങ്കിൽ അങ്ങനെ ഇല്ലാത്ത പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൾ ചെയ്താലും മതി എന്ന് പറഞ്ഞിട്ട് അവരുടെ നമ്പർ കൊടുക്കാറുണ്ട് ഇല്ലേ. അപ്പൊ അതാണ് ടെലിഫോൺ പോളിസി എന്ന് പറയുന്നത്. ഇനി TV കൺട്രോൾസ് ഇല്ലേ, റൂമിൽ TV ഉണ്ടാവും അല്ലെ. അപ്പൊ TV എങ്ങനെയാണ് ഓൺ ആക്കുന്നത്, ഓഫ് ആക്കുന്നത്, അതിന് സ്വിച്ചിന്റെ കാര്യങ്ങള്. അതുപോലെ തന്നെ ഇപ്പൊ വാർഡിലൊക്കെ ആണെങ്കിലും TV ഉണ്ടാവും. നമുക്ക് എപ്പോഴും പക്ഷെ യൂസ് ചെയ്യാൻ പറ്റില്ല. റൂമിലെ പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുമോ വാർഡിലും? ഇല്ല, അതിനെന്തുണ്ടാവും, ഒരു ലിമിറ്റ് ഉണ്ടാവും അല്ലെ. പല രോഗികളായിരിക്കാം, ചിലപ്പോ ചില രോഗികൾക്ക് TV കാണുന്നത് ഇഷ്ടമായിരിക്കില്ല. ടിവിയുടെ സൗണ്ട് ഒരു ടൈമിംഗ് ഉണ്ട്.
അപ്പൊ അതനുസരിച്ചിട്ട് മാത്രമേ അവിടെ അത് ഓൺ ആക്കാനും ഓഫ് ആക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയാണ് വാർഡിൽ കേട്ടോ. റൂമിൽ അപ്പൊ നമുക്ക് ഏത് നേരവും കാണാൻ പറ്റും ഇഷ്ടമുള്ള ചാനൽസ് വെച്ച് മാറ്റി മാറ്റി അല്ലെ. ഓക്കെ, പിന്നെന്താ മീൽസ് ടൈം. എന്താണ് മീൽസ് ടൈം? ഫുഡ് കൊടുക്കുന്ന ടൈം അല്ലെ. എപ്പോഴൊക്കെയാണ് ഏത് ടൈമിലാണ് ഫുഡ് കഴിക്കേണ്ടത്, അല്ലെങ്കിൽ എപ്പോൾ നമുക്ക് ഫുഡ് കിട്ടും എന്നുള്ളത് പറഞ്ഞു കൊടുക്കും. ഇപ്പോ എന്താ ഡയബറ്റിക്സ് പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ എപ്പോൾ ഫുഡ് കഴിക്കണം, എങ്ങനെയാണ് ഫുഡ് കഴിക്കേണ്ടത്, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് അവര് എന്താണ് ആ ടൈമില് മീൽ ടൈമില് അവര് പറഞ്ഞു കൊടുക്കും. പിന്നെന്താ വിസിറ്റിംഗ് അവേഴ്സ്. അറിയാലോ, രോഗികളെ കാണാനായിട്ട് വിസിറ്റേഴ്സ് അല്ലെങ്കിൽ വിസിറ്റിംഗ് അവേഴ്സ് എപ്പോഴാണ് എന്നുള്ളത്. ഡയറ്റ് നമുക്കറിയാം, ഫുഡ് കഴിക്കാനായിട്ട് ഇന്ന ഫുഡ് കഴിക്കാൻ പാടില്ല. എന്താ ഡയബറ്റിക്സ് പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ഇന്ന ഫുഡ് കഴിക്കാൻ പാടില്ല, ഇത്ര അളവിൽ കഴിക്കാൻ പാടുള്ളൂ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡയറ്റ് അവര് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഡയറ്റ് പ്ലാൻ. പിന്നെ എന്താണ് സേഫ്റ്റി മെഷേഴ്സ്. സേഫ്റ്റി മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ സർജറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ശരിയാണ്. എന്താണ് ഇന്ന ഫുഡ് കട്ടിയുള്ള ആഹാരമൊന്നും കൊടുക്കാൻ പാടില്ല, കുറച്ച് നാളത്തെ ജ്യൂസ് അങ്ങനെയുള്ള കഞ്ഞികൾ ഇതൊക്കെയാണ് കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയാറുണ്ട്. ശരിയാണ്. ഇനി സേഫ്റ്റി മെഷേഴ്സ് റൈറ്റ് ഫുഡ്. സേഫ്റ്റി മെഷേഴ്സ് എന്താണ്? സൈഡ് റെയിൽസ്. ഈ ചില ആളുകളൊക്കെ എന്താണ് അപ്പന്മാരാ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ സ്റ്റെപ്പ് ഒക്കെ കയറാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ നടക്കാനൊക്കെ ആയിട്ട് നടക്കുമ്പോ ഒക്കെ എന്താണ് ഈ റാൻ ഹെയിൽസ് ഇത് എന്താ പറയാ പിടിച്ച് നടക്കാനായിട്ട് പറയുന്നുണ്ട്. അല്ലെങ്കിൽ വീടും അല്ലെ, എല്ലാവരും തട്ടിത്തടഞ്ഞ് വീട്, അതിന് താഴെ നോക്കി താഴെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെള്ളമോ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളൊക്കെ വിളിച്ച് അത് കറക്റ്റ് ആക്കി ഇതാക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെയൊക്കെ വീഴാനായിട്ട് ചാൻസ് ഉണ്ട് നടക്കുമ്പോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള്. അതുപോലെ തന്നെ ഇപ്പൊ എന്താണ് സ്റ്റെയർസ് ഒക്കെ കയറുമ്പോ നമ്മൾ പിടിച്ച് കയറാൻ നോക്കാം, അല്ലെങ്കിൽ വീഴാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞ് മനസ്സിലാക്കിക്കാം. പിന്നെന്താ ടൈം ഫോർ ഡോക്ടേഴ്സ് വിസിറ്റ്. ഡോക്ടർ എപ്പോഴാണ് വരുന്നത്? റൗണ്ട്സിലൊക്കെ വരാറുണ്ടല്ലേ ഇല്ലേ? റൂമിലായാലും ചിലപ്പോ ഒരു 9:30 അല്ലെങ്കിൽ 10 മണിയോട് കൂടിയിട്ട് ഡോക്ടേഴ്സ് റൗണ്ട്സിൽ വരാറുണ്ട്. അപ്പോ ആ കാര്യങ്ങൾ ഡോക്ടേഴ്സ് ഇപ്പൊ വരും അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. പിന്നെന്താ വാട്ടർ ടെസ്റ്റ് ആണ് സെക്ലൂഡഡ്. എന്താ പറയുന്നത്? ഇപ്പൊ ഒരു പ്രമേഹ രോഗിയാണെങ്കിൽ ഇതിന് മുമ്പ് നമ്മള് എന്താണ് ബ്ലഡ് ചെക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് എന്താണ് ഫാസ്റ്റിങ്ങിന് ശേഷവും നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്യേണ്ടത്. അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാം. ഫുഡിന് മുൻപ് ആഫ്റ്റർ ഫാസ്റ്റിങ്ങിന് ശേഷവും നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്യണം, അതിന്റെ റിസൾട്ട് നോക്കേണ്ടതാണ്. അങ്ങനെയുള്ള ടെസ്റ്റുകളുടെ കാര്യങ്ങളും അവരെ പറഞ്ഞ് മനസ്സിലാക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, ഓറിയന്റ് പേഷ്യന്റിൽ വരുന്നത്. ഓക്കെ, പേഷ്യൻസിനെ ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് ബോധ്യവാന്മാരാക്കേണ്ടതുണ്ട്. ഇത്രയും ഒന്ന് വായിച്ചു നോക്കി, എന്നിട്ട് നെക്സ്റ്റ് പേജിലേക്ക് നമുക്ക് പോകാം. ഇത്രയും വരെ കേട്ടോ. തേർഡ് വൺ മെയിൻ പോയിന്റ്സ് മാത്രം പഠിച്ചാൽ മതി. മെയിൻ പോയിന്റ്സിന്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളൊന്നും ജസ്റ്റ് ഒന്ന് നോക്കണം കേട്ടോ. എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോ ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റണം. വായിച്ചു നോക്കാം കേട്ടോ, ചെറിയ ചെറിയ പോയിന്റ്സ് ആണ്. വായിച്ചു കഴിഞ്ഞോ?
ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നോക്കാം കേട്ടോ. നെക്സ്റ്റ് എന്താണ്? ഗ്യാദർ ഇൻഫർമേഷൻ റിലേറ്റഡ് ടു. ഫസ്റ്റ് പോയിന്റ് ആണ് മെഡിക്കൽ ഓർഡേഴ്സ്. ഇപ്പൊ ഡോക്ടേഴ്സിന്റെ കയ്യിൽ നിന്ന് അഡ്വൈസ് സ്വീകരിക്കുന്നുണ്ടല്ലേ. എന്താണ് ഇപ്പോ ഒരു രോഗിക്ക് സ്കാൻ ചെയ്യണം, അല്ലെങ്കിൽ MRI, CT സ്കാൻ, എക്സ്റേ, ലാബ് ടെസ്റ്റുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഡോക്ടേഴ്സ് പേഷ്യൻസിനോട് പറയും. എന്നിരുന്നാലും ആരാണ് ഡോക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്യുന്ന നഴ്സുമാരുണ്ടാവും, അവരോടാണ് പറയുന്നത്. അപ്പൊ അവരാണ് എല്ലാ കാര്യങ്ങളും അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഡോക്ടേഴ്സിന്റെ കയ്യിൽ നിന്ന് അഡ്വൈസ് സ്വീകരിക്കുന്നു. എന്താണ് ഓർഡേഴ്സ് എന്നുള്ളത് അവരെ പറഞ്ഞ് ബോധ്യവാന്മാരാക്കുന്നു. നിങ്ങൾക്ക് MRI ആണ് പറഞ്ഞിരിക്കുന്നത്, MRI റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം നമുക്ക് ട്രീറ്റ്മെന്റ് തുടങ്ങാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അവരെ പറഞ്ഞ് ബോധ്യവാന്മാരാക്കാം. പിന്നെ എന്താ? ട്രീറ്റ്മെന്റ് അല്ലെ. ട്രീറ്റ്മെന്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഇന്ന അസുഖമാണ്, അതുകൊണ്ട് തന്നെ എന്താണ് ഇന്ന ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, മെഡിസിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് അവരെ പറഞ്ഞ് ബോധ്യവാന്മാരാക്കുന്നു. ഇനി ലാബ് റിസൾട്ട് നമുക്കറിയാലോ, ടെസ്റ്റുകൾ നടത്തിയിട്ട് അല്ലെ. ഇപ്പൊ പ്രമേഹ രോഗിയാണെങ്കിൽ എന്താണ് ഒരു ദിവസം നമ്മൾ നോക്കുമ്പോൾ ഷുഗർ ലെവല്, ഗ്ലൂക്കോസിന്റെ ലെവല് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അവരെ പറഞ്ഞ് ബോധ്യവാന്മാരാക്കണം. നിങ്ങൾക്ക് ഗ്ലൂക്കോസ് ലെവൽ കൂടുതലാണ്, പിന്നെ ഇന്ന ഫുഡുകൾ കഴിക്കാനായിട്ട് പാടില്ല, ഒന്ന് കൺട്രോൾ ചെയ്യണം എന്നുള്ളത് ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. റിസൾട്ടിന്റെ ബേസിൽ അവരെ പറഞ്ഞത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ടെസ്റ്റുകൾ അറിയാലോ, ടെസ്റ്റ് റിസൾട്ട് എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. ഡയറ്റ് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞതാണ്. ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യേണ്ട പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ എപ്പോഴാണ് ഡോക്ടേഴ്സ് വരുന്നത്? ചിലപ്പോ ആഴ്ചയിൽ ചിലപ്പോ 2 ദിവസമോ 3 ദിവസമോ ഒക്കെ ഉണ്ടാവുള്ളൂ ഡോക്ടേഴ്സ്. അപ്പൊ എപ്പോഴാണ് ഡോക്ടേഴ്സ് വരുന്നത്? ഏത് ഡേ ആണ്, എത്ര ടൈമിൽ വരും, ഏത് ടൈമിൽ വരും, അപ്പൊ നമ്മള് അവിടെ പോയിട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോ ബുധനാഴ്ചയാണ് ഡോക്ടർ വരുന്നത്, 10 മണിക്ക് വരും. ബുധനാഴ്ച 10 മണി ആകുമ്പോ കൃത്യമായിട്ട് അവിടെ പോവാം എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ അതാണ് ആക്ടിവിറ്റിയിൽ വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഗ്യാദർ ഇൻഫർമേഷൻ റിലേറ്റഡ് ടു പറയുന്നത്. ഇനി നോക്കാം, preliminary observation of patient. Okay, first point. The first few moments with the patient, facial expression will denote this emotional reactions and the presence of pain practically. എന്താണ് ഈ നമ്മൾ ആദ്യം ഡോക്ടേഴ്സ് നമ്മൾ എന്താണ് OP വന്നു, നമ്മൾ ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറയുകയാണ് നിങ്ങൾക്ക് എന്താണ് ക്ഷീണോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ കണ്ടീഷൻ നോക്കിയിട്ട് അഡ്മിറ്റ് ആക്കേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ? സന്തോഷം ഉണ്ടാവോ, സങ്കടം ഉണ്ടാവോ? എന്തായിരിക്കും മാനസികാവസ്ഥ? സന്തോഷം വരും. എനിക്ക് കിടക്കാലോ, ഹോസ്പിറ്റലിൽ കിടക്കാന്ന് പറഞ്ഞിട്ട് സന്തോഷം വരാറുണ്ടാ? എന്താണ് സങ്കടം ഒരിക്കും അല്ലെ. എന്തായിരിക്കും അസുഖം, അല്ലെങ്കിൽ പിന്നെ ടെസ്റ്റുകൾ നടത്തിയിട്ട് നമുക്ക് ട്രീറ്റ്മെന്റ് തുടങ്ങാം എന്നൊക്കെ പറയുമ്പോ നമുക്കൊരു ചങ്കിലൊരു പേടി ഉണ്ടാവും അല്ലെ. നമ്മൾ പറയാറുണ്ടല്ലേ, നെഞ്ചത്തൊരു വേദന വന്നതുപോലെ ഉണ്ടെന്നൊക്കെ. ടെൻഷൻ ആവും, പേടി ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മുടെ ചിലപ്പോ ക്ഷീണം, നമ്മുടെ മുഖത്തെ ക്ഷീണം അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ ലക്ഷണങ്ങളൊക്കെ പറയുമ്പോൾ ഡോക്ടർ പറയും നമുക്കൊന്ന് അഡ്മിറ്റ് ആവാം, നമുക്ക് ഈ എന്താണ് സ്കാൻ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ട്രീറ്റ്മെന്റ് തുടങ്ങാം. പേടി ഉണ്ടാവും. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, ഒരു പേടി അല്ലെ. ഫേഷ്യൽ എക്സ്പ്രഷൻസ് നമ്മൾ ആദ്യമായിട്ട് നമ്മള് ഇങ്ങനെ ഡോക്ടേഴ്സ് പറയുമ്പോൾ നമുക്കൊരു പെയിൻഫുൾ ആയിരിക്കാം അല്ലെ. നമ്മുടെ ഫീൽ ചെയ്യുന്നത് അങ്ങനെയായിരിക്കാം. ആ ഫ്യൂ മൊമെന്റ്സിൽ നമുക്ക് പേടിയൊക്കെ ഉണ്ടാവാം. പിന്നെ എന്താണ് ഇനി ഡിസ്ക്ലോറേഷൻ ഓഫ് സ്കിൻ സച്ച് ആസ് ജാൻഡൈസ്. എന്താണ് ജാൻഡൈസ്? ജാൻഡൈസ് എന്ന് പറഞ്ഞാൽ എന്താ? മഞ്ഞപ്പിത്തം. ഓക്കെ, ജാൻഡൈസ് മീൻസ് മഞ്ഞപ്പിത്തം. സൈനോസിസ്. സൈനോസിസ് എന്ന് പറഞ്ഞാൽ എന്താ? സൈനോസിസ് സൈനോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? തൊലിയുടെ നിറവ്യത്യാസം, തൊലിയിൽ ഉണ്ടാകുന്ന നിറവ്യത്യാസം. അതുപോലെ തന്നെ ഫേഷ്യൽ പാരലൈസിസ്. പാരലൈസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എന്താണ് ഈ
ചൈതന്യക്ഷയം എന്നൊക്കെ പറയില്ലേ, നമുക്ക് മുഖത്ത് ഇങ്ങനെ വിളറി ഒരു സങ്കടം അല്ലെങ്കിൽ എന്താണ് ഒരു ചൈതന്യം ഇല്ലാത്തൊരവസ്ഥ അല്ലെ, പ്രകാശമില്ലാത്തൊരവസ്ഥ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങൾ should be noted. Further observation can be made keeping വിളർച്ച. ഓക്കെ, ഗിവിംഗ് കെയർ ടു ദ ക്ലയന്റ്. അപ്പൊ എന്താണ് നമ്മുടെ മുഖത്തെ കാര്യങ്ങൾ അല്ലെ, മുഖത്ത് നമ്മൾ നോക്കിയിട്ട് വിളർച്ചയുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തൊഴിൽ നിറവ്യത്യാസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് അതെന്ത് ചെയ്യണം, നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടതാണ്. നേഴ്സുമാരുടെ ഡ്യൂട്ടീസ് ആണ് പറയുന്നത്. പേഷ്യൻസിനെ ഒബ്സർവ് ചെയ്തതിനു ശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കാം, റെക്കോർഡ് ചെയ്യാം. പിന്നെ എന്താ ചാർട്ടിങ്. നെക്സ്റ്റ് ആണ് ചാർട്ടിങ് എന്ന് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് നോക്കാം. Record all the basic information in the patient records. എന്താണ് ആദ്യം നമ്മൾ ചാർട്ട് ചെയ്യേണ്ടത്? എന്താണ് ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അല്ലെ. ബേസിക് ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അറിയാൻ പറ്റുമോ? വെരി ഗുഡ്. നെയിം, ഏജ്, സെക്സ്, അഡ്രസ്, റിലേഷൻ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെ. നമ്മുടെ എല്ലാ കാര്യങ്ങളും അഡ്രസ്, ഓക്കെ, പ്ലേസ്, ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്. പേഷ്യൻസിന്റെ റെക്കോർഡിൽ ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് റെക്കോർഡ് ചെയ്തിരിക്കുക. പിന്നെന്താണ് ക്ലിയർലി മെൻഷൻ അഡ്മിഷൻ ഡേറ്റ്, നെയിം, പേഷ്യൻസ് ഡീറ്റെയിൽസ്, കംപ്ലൈന്റ്സ് ഓഫ് ക്ലയന്റ്, എനി അലർജീസ് ആൻഡ് പേഷ്യൻസ് മെന്റൽ സ്റ്റാറ്റസ്. അപ്പൊ എന്താണ് പറയുന്നത്? അഡ്മിഷൻ ഡേറ്റ്, പേഷ്യന്റ് എന്താണ് അഡ്മിറ്റ് ആയിട്ടുള്ളത്, അഡ്മിഷൻ ഡേറ്റ് ഏതാ, ടൈം ഏതാ, പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ്, എല്ലാ ഡീറ്റെയിൽസുകളും. അതുപോലെ തന്നെ ഇപ്പൊ എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ ആ കംപ്ലൈന്റ്സുകള്, പിന്നെ ഇനി അലർജീസ്. ഇപ്പൊ ചിലവർക്ക് ചില ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലർജി ഉണ്ടാവും, ചില മെഡിസിനുകൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലർജി ഉണ്ടാവും, പറയാറുണ്ട് അല്ലെ, കേൾക്കാറുണ്ട് നമ്മൾ. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും ചൊറിച്ചില് വരും, അല്ലെങ്കിൽ തടിച്ചു കൊണ്ടും ഛർദി ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ എന്തെങ്കിലും അലർജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കാം. പേഷ്യൻസിന്റെ മെന്റൽ സ്റ്റാറ്റസ് എന്താണ്, എന്തെങ്കിലും വേരിയേഷൻസ്, പേഷ്യൻസിന് എന്തെങ്കിലും വേരിയേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടി അതവിടെ റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടതാണ്. റെക്കോർഡ് ഇൻ അഡ്മിഷൻ രജിസ്റ്റർ, ട്രീറ്റ്മെന്റ് ബുക്ക്, അതുപോലെ എന്താ റിപ്പോർട്ട് ബുക്ക്, മെഡിക്കോ ലീഗൽ കേസ്. അറിയാലോ മെഡിക്കോ ലീഗൽ കേസ് ഏതൊക്കെയാണ്? മെഡിക്കോ ലീഗൽ കേസസുകള് ഓർക്കുന്നുണ്ടോ? എക്സാമ്പിൾസ് പറയാൻ പറ്റുമോ? ആക്സിഡന്റ്, പിന്നെ ആക്സിഡന്റ്, അസാൾട്ട്, ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, സൂയിസൈഡ്, ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് മെഡിക്കൽ ലീഗൽ കേസസുകൾ. രജിസ്റ്റർ, അപ്ഡേറ്റ് വാർഡ് സെൻസസ് ആൻഡ് നഴ്സസ് നോട്ട്സ്. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കീപ്പ് ചെയ്ത് വെക്കുക. എല്ലാ റെക്കോർഡുകളും അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടതാണ്. പിന്നെന്താ ഫിസിക്കൽ അസസ്മെന്റ് ബൈ റിവ്യൂവിംഗ് സിസ്റ്റം. ഫിസിക്കൽ ആയിട്ടുള്ള വിലയിരുത്തൽ അല്ലെ. ഫിസിക്കൽ അസസ്മെന്റിനെ കുറിച്ച് നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ പേഷ്യൻസ് കംഫർട്ട്, പേഷ്യന്റിന്റെ കംഫർട്ട് കറക്റ്റ് ആണോ, കംഫർട്ടബിൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. പിന്നെന്താണ് കളക്ട് ഇൻഫർമേഷൻ അബൌട്ട് ഡാറ്റാബേസ്. ഡാറ്റാബേസ് എന്തായിരിക്കും? എന്തായിരിക്കും ഡാറ്റാബേസ്? എന്തിനാണ് ഡാറ്റാബേസ് എന്ന് പറയാ? ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യുന്നത് അല്ലെ, കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെന്താണ് ഒബ്റ്റെയിൻ ഫിസിഷ്യൻ ഓർഡർ ഫോർ ദ ലാബ് ടെസ്റ്റ് മെഡിക്കൽ ആക്ടിവിറ്റി. അപ്പൊ എന്താണ് ഫിസിഷ്യൻ എന്തെങ്കിലും ഓർഡർ പറയുകയാണെങ്കിൽ അല്ലെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിസിഷ്യന്റെ കയ്യിൽ നിന്ന്, ഡോക്ടറിന്റെ കയ്യിൽ നിന്ന് ഓർഡറുകൾ സ്വീകരിച്ച് എന്തെങ്കിലും ടെസ്റ്റുകൾ നടത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ലാസ്റ്റ് നോക്കിയേ, നെക്സ്റ്റ് നോക്കിയേ. ഫോളോ ഓർഡേഴ്സ് ബൈ കൺസൾട്ടന്റ് ഇഫ് എനി ടെസ്റ്റ് ആർ പ്രിസ്ക്രൈബ്ഡ് ബൈ ദ ഡോക്ടർ. ഇനി എന്ത് ചെയ്യുന്നുണ്ട്? ഡോക്ടറിന്റെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ നമ്മൾക്ക് എന്തെങ്കിലും നമ്മുടെ അസുഖങ്ങളെ കുറിച്ചോ നമ്മുടെ എന്താ സിംറ്റംസിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നു, സിംറ്റംസ് ലക്ഷണങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ വിവരിക്കുമ്പോൾ ഡോക്ടർ പറയും നിങ്ങളൊന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യൂ അല്ലെങ്കിൽ സ്കാൻ ചെയ്യൂ എന്ന് പറയും അല്ലെ. അപ്പൊ അങ്ങനെ പറയുമ്പോഴത്തേനും എന്താണ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തരാറുണ്ട്. ഇനി പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്നു ടെസ്റ്റിനെ കുറിച്ചിട്ട്. ഇനി എന്താണ്? നേഴ്സ് മസ്റ്റ് മേക്ക് അറേഞ്ച്മെന്റ്സ് ടു ദ carry out the order other
procedure prescribed by the doctors. അപ്പൊ എന്താണ് ഡോക്ടറിന്റെ കയ്യിൽ നിന്നും ആ പ്രിസ്ക്രിപ്ഷൻ സ്വീകരിച്ച് ടെസ്റ്റുകൾ ഡോക്ടർ പറയുകയാണെങ്കിൽ എന്ത് ടെസ്റ്റ് ആണ്, MRI ആണെങ്കിൽ MRI, എക്സ്റേ ആണെങ്കിൽ എക്സ്റേ, ബ്ലഡ് ടെസ്റ്റ് ആണെങ്കിൽ ബ്ലഡ് ടെസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറേഞ്ച്മെന്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി എന്താണ് ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, care of valuable and clothing. If a patient is wearing hospital dress, the patient's clothes should be handed over the relatives. അങ്ങനെയല്ലേ, ഇപ്പൊ എന്തെങ്കിലും വെറുതെ നമ്മൾ അസുഖമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർ പറയാറുണ്ട് അഡ്മിറ്റ് ആക്കണം എന്ന് പറഞ്ഞാൽ നമ്മള് ചിലപ്പോ ഒന്നും എടുത്തിട്ടുണ്ടാവില്ല അല്ലെ, ഡ്രസ്സുകൾ ഒന്നും എടുത്തിട്ടുണ്ടാവില്ല. നമ്മൾ പോയ വഴിയെ ചിലപ്പോൾ അഡ്മിറ്റ് ആവേണ്ടതുണ്ടെങ്കിൽ അവരുടെ ഡ്രസ്സ് നമ്മൾ ഉടുപ്പിക്കും അല്ലെ, ഉടുപ്പിക്കാറുണ്ടോ? എന്നിട്ട് എന്താണ് നമ്മൾ ഉടുത്തിരിക്കുന്ന ഡ്രസ്സ് നമ്മളെ റിലേറ്റീവ്സിന്റെ കയ്യിലേക്ക് തിരിച്ചു കൊടുക്കാറുണ്ട് ഇല്ലേ? എങ്ങനെയാണോ ചെയ്യാറ്? ഓക്കെ, തിരിച്ചു കൊടുക്കും. ഇൻ കേസ് ഓഫ് ആബ്സെൻസ് ഓഫ് റിലേറ്റീവ്സ്, ഇനി റിലേറ്റീവ്സ് ഇല്ലാത്ത കേസുകളിൽ ആണെങ്കിൽ എന്താണ്, ക്ലോത്തിങ് ഈസ് നമ്പേർഡ്, ലാബൽഡ് ആൻഡ് കെപ്റ്റ് ഇൻ സ്റ്റോർ until such time it is handed over to relatives. Encourage the clients to send to jewelries, money and other valuables such as watch to home with the relatives. Make him understand if he keeps some things with him life, it is at his own risk. അപ്പൊ എന്താ പറയുന്നത്, റിലേറ്റീവ്സ് ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ നമ്മളുടെ ഹോസ്പിറ്റൽ ഡ്രസ്സ് വീച്ചിട്ട് അവരുടെ ഡ്രസ്സ് നമ്മുടെ റിലേറ്റീവ്സിന്റെ കയ്യിലേക്ക് തിരിച്ചു കൊടുക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇനി റിലേറ്റീവ്സ് ഇല്ല, പേഷ്യന്റ് ആണ് വന്നിരിക്കുന്നതെങ്കിൽ അവരുടെ ഡ്രസ്സുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലാബില് ചെയ്ത് കവർ ചെയ്ത് ലാബില് ചെയ്ത് നമ്മുടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അതെങ്ങനെയാണ്, ഇപ്പോ ജ്വല്ലറീസ്, മണീസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ റിസ്ക് അല്ല, പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഉത്തരവാദികളല്ല, നിങ്ങളുടെ സ്വന്തം റിസ്കില് ആണെന്ന് പറഞ്ഞിട്ടാണ്, പേഷ്യന്റിന്റെ സ്വന്തം റിസ്കിലാണെന്ന് പറഞ്ഞിട്ട് അവര് അവിടെ സ്റ്റോർ ചെയ്താണ് വെക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു നോക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് അഡ്മിഷൻ ഫ്രം എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, അത് വായിച്ചു നോക്കിയേ.
എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ നോക്കി വായിച്ചു നോക്കി കേട്ടോ. 8th പോയിന്റ് ഉണ്ട്, ആ 8th പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, മെറിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? അൺമ്യൂട്ട് ആക്കാം, ട്രൈ ചെയ്യും. ഓക്കെ, പറഞ്ഞോളൂ. നമ്മളൊരു മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അഡ്മിഷൻ എടുക്കുമ്പോൾ ആദ്യം തന്നെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ അറേഞ്ച് ചെയ്യുമ്പോൾ തന്നെ ആദ്യം ഇവർ ചെയ്യുന്നത് ഒരു വാർഡ് സ്ട്രക്ചറിൽ ഷിഫ്റ്റ് ചെയ്യാനുള്ള ആളുകളെ കോണ്ടാക്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് അവരെ ഷിഫ്റ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അവർ മെഡിക്കൽ ഓഫീസറിനെ കോണ്ടാക്ട് ചെയ്യുന്നു. മെഡിക്കൽ ഓഫീസറാണ് ഈ പേഷ്യന്റിനെ ഏത് രീതിയിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. മിക്കവാറും തന്നെ അവര് ഐസിയുലേക്കാണ് ഷിഫ്റ്റ് ചെയ്യാറുള്ളത്. അത് കഴിഞ്ഞ് പേഷ്യന്റ് സ്റ്റേബിൾ ആയതിനു ശേഷം മാത്രമാണ് ഏത് വാർഡിലേക്കാണ് കൺസേൺ ആയത് ആ വാർഡിലേക്ക് മാറ്റുന്നത്. പിന്നെ കൺസൾട്ടന്റുമായിട്ടുള്ള കൗൺസിലിംഗിന് ശേഷം IPD രജിസ്റ്ററിലേക്ക്, അത് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഈ പേഷ്യന്റിന്റെ രജിസ്റ്റർ ചെയ്യുന്നു. അതിന്റെ സോഫ്റ്റ്വെയറിലും ഇവരുടെ ഡീറ്റെയിൽസ്, പേഴ്സണൽ ഡാറ്റാസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നു. പിന്നെ അത് കൂടാതെ ഈ പേഷ്യൻസിന്റെ കൺസെന്റ്, അത് അവരുടെ സമ്മതപത്രം വാങ്ങിയതിനു ശേഷം അതിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും അവരെ ബോധിപ്പിച്ചതിന് ശേഷം റിലേറ്റീവ്സിന്റെ സൈനൊക്കെ സ്വീകരിക്കുന്നു. പിന്നെ അത് കൂടാതെ മെഡിക്കൽ ഓഫീസറിന്റെ സമ്മതത്തോടെ അടുത്ത വാർഡിലേക്ക്, കറസ്പോണ്ടിങ് വാർഡിലേക്ക് അവർ ഷിഫ്റ്റ് ചെയ്യുന്നു. പിന്നെ ഇവിടെ നിന്ന് വാങ്ങിച്ച കൺസെന്റ് അത് അതേ വാർഡിലുള്ള ആ ബന്ധപ്പെട്ട മെഡിക്കൽ ഓഫീസറിന്റെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കുന്നു. പറഞ്ഞു അല്ലേ? അപ്പൊ എന്താണ് ആദ്യം എന്താണ് ഇപ്പോ എമർജൻസി ആയിട്ട് ഒരാൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാർഡ് ബോയിനെ വിളിച്ചിട്ടാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത് അല്ലെ? ഷിഫ്റ്റ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും പറഞ്ഞതുപോലെ തന്നെ എന്താണ് ICU കാഷ്വാലിറ്റിയിലേക്കായിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നത്. അവിടെ നിന്ന് പിന്നെ എന്താണ് മെഡിക്കൽ ഓഫീസറിനെ വിളിക്കും, കോൾ ചെയ്യും, അദ്ദേഹം വന്ന് നോക്കും. എക്സാമിൻ ചെയ്തതിനു ശേഷം ഏത് വാർഡിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ പിന്നെ എന്താ പറയുന്നത്, എമർജൻസി ആയിട്ട് വരുന്ന ഒരാള് നമുക്ക് അറിയാൻ പറ്റും എന്താണ് സ്വാഭാവികമായിട്ടും വാർഡിലേക്കായിരിക്കില്ല ആദ്യം ICUലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടാണ് പിന്നെ ഒന്ന് കണ്ടീഷൻ സ്റ്റേബിൾ ആയി അതിനുശേഷമാണ് ബന്ധപ്പെട്ട വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്, കൗൺസിലിംഗ്. ഇപ്പോ എന്താ ക്യാൻസർ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് കൗൺസിലിംഗ് ഒക്കെ കൊടുക്കാമല്ലോ, അവർക്ക് ധൈര്യം. അപ്പൊ എന്ത് പേഷ്യൻസ്, സ്ട്രോക്ക് വന്ന പേഷ്യൻസിനായാലും കൗൺസിലിംഗുമായിട്ട് ബന്ധപ്പെട്ട് കൗൺസിലിംഗ് ഒക്കെ കൊടുത്തതിന് ശേഷം അവരെന്ത് ചെയ്യുന്നുണ്ട്, രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അപ്പൊ വിവരങ്ങൾ എന്താണ് സോഫ്റ്റ്വെയറിലേക്ക് എൻട്രി ചെയ്താണ് വെക്കുന്നത് IPDയിലേക്ക്. അതുപോലെ തന്നെ പിന്നെന്താ പറയുന്നത്, ഈ ഫിൽ പേഷ്യൻസ് കൺസെന്റ് ഫോം അല്ലെ, പേഷ്യന്റിന്റെ കൺസെന്റ് ഫോം പേഷ്യന്റിന്റെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ പേഷ്യൻസിനെ കൊണ്ടോ കൺസെന്റ് ഫോമിലേക്ക് ഫിൽ ചെയ്യിപ്പിച്ചിട്ട് അതിന്റെ പർപ്പസ് എന്താണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് എന്നുള്ളത്, ഇപ്പൊ സർജറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൺസെന്റ് ഫോം നമ്മൾ ഫിൽ ചെയ്തിട്ട് അതിന്റെ പർപ്പസ് എന്താണെന്ന് അവരെ
ബുദ്ധിമാന്മാരാക്കും. Send the file of a patient to the corresponding ward for the medical officer. MO എന്ന് പറഞ്ഞാൽ ആരാണ്? മെഡിക്കൽ ഓഫീസർ ആണ് കേട്ടോ. MO എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഓഫീസർ ആണ്. ഇതൊന്ന് എഴുതി നോക്കാം കേട്ടോ. മെഡിക്കൽ ഓഫീസറിന് കൊടുത്തിട്ടുണ്ട്, ലാസ്റ്റത്തെ പോയിന്റ് MO എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പൊ MO എന്ന് വെച്ചാൽ ആരാണ് മിസ് പറഞ്ഞതിലോ ഒന്ന് പറയാൻ പാടില്ല. MO എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഓഫീസർ തന്നെയാണ്. അതിന് എക്സ്പെർട്ട് ഫോം ഒക്കെ ചോദിക്കാവുന്നതാണ്, എഴുതി വെക്കാം. മെഡിക്കൽ ഓഫീസർ ഹാസ് ആസ്ക്ഡ് ദ പേഷ്യന്റ് ടു ബി ഷിഫ്റ്റഡ്. അപ്പൊ എന്താണ് മെഡിക്കൽ ഓഫീസർ പറയും ഏത് വാർഡിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ആ ഫയല്, അദ്ദേഹത്തിന്റെ ഫയല് ആ വാർഡിലേക്ക് കൊടുക്കുക. ഇനി എന്താ കൺഫേമിംഗ് ദാറ്റ് ദ ഫയൽ ഓഫ് ദ പേഷ്യന്റ് ഇസ് റിസീവ്ഡ് ബൈ ദ MO ഓഫ് ദ കറസ്പോണ്ടിങ് വാർഡ്. അപ്പൊ കറസ്പോണ്ടിങ് ഏത് വാർഡിലേക്കാണോ പേഷ്യന്റ് ഷിഫ്റ്റ് ചെയ്യുന്നത് അവിടുത്തെ മെഡിക്കൽ ഓഫീസർക്ക് അദ്ദേഹത്തിന്റെ ഫയൽ ലഭിച്ചോ എന്നുള്ളത് ഉറപ്പുവരുത്തും, കൺഫേം ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് അഡ്മിഷൻ ഫ്രം എമർജൻസി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടത്. മിക്ക കാര്യങ്ങൾ കേട്ടോ ഓർത്ത് വെക്കാം. ഇത്രയും ഉള്ളൂ നമ്മളെ ഇൻപേഷ്യൻ ഡിപ്പാർട്ട്മെന്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഇനി ഫസ്റ്റ് മൊഡ്യൂളില് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് എടുക്കാനുള്ളതെന്നുണ്ടോ അറിയോ? ICU എടുത്തിട്ടുണ്ടോ? ഏതാ ചാപ്റ്ററിന്റെ പേരൊന്ന് പറയോ? ICU എടുത്തിട്ടില്ല. വെന്റിലേറ്റർ എടുത്തു. പിന്നെ ഏതാ? ടെക്സ്റ്റ് ഇല്ലല്ലേ? ഓക്കെ ഓക്കെ. വൺ മിനിറ്റ് പതിനൊന്ന് എടുക്കണം. 11 മാത്രമേ ഉള്ളൂ. ഓക്കെ, ICU ആണോ എടുക്കാനുള്ളത്? ഓക്കെ, എല്ലാ മിസ്സുമാരും സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തോ? ഞാനാണോ സ്റ്റാർട്ട് ചെയ്തത്? മിസ് സ്റ്റാർട്ട് ചെയ്തോ? ഓക്കെ, മിസ് സ്റ്റാർട്ട് ചെയ്തല്ലേ? അപ്പൊ ഇന്ന് ഇത്രയും വരെ മിസ് എടുക്കുന്നുള്ളൂ. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇത്രയും വരെ വായിച്ച് മനസ്സിലാക്കിയിട്ടൊക്കെ വരിക. നമ്മളിതിൽ എടുത്തത് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചതെന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കിയേ. മെഡിക്കൽ എക്സാമിനേഷൻ ഇൻ OPD 3 കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടിംഗ് ദ ക്ലയന്റ് ഫ്രം OPD ടു IPD. ടെക്സ്റ്റ് ഇല്ലാത്തവരെ നോട്ട് ലെക്ചർ നോട്ടായിട്ട് എഴുതുന്നില്ല, നിങ്ങൾ എഴുതിയെടുത്ത് പഠിക്കണം കേട്ടോ. ടെക്സ്റ്റ് കിട്ടുന്നത് വരെ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഓക്കെ, റെസ്പോൺസിബിലിറ്റി ഏതൊക്കെയാണ്? പ്രിപ്പയർ റൂം, ഐഡന്റിഫൈ സെൽഫ്, ഓറിയന്റ് പേഷ്യന്റ്, പിന്നെ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഗ്യാദർ ഇൻഫർമേഷൻ റിലേറ്റഡ് ടു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലേ. മെഡിക്കൽ ഓർഡേഴ്സ്, ട്രീറ്റ്മെന്റ്, ലാബ് റിസൾട്ടുകൾ, ടെസ്റ്റ്, ഡയറ്റ്, ആക്ടിവിറ്റി, ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യവാന്മാരാക്കാം. അതുപോലെ തന്നെ പേഷ്യന്റിനെ ഒബ്സർവേഷൻ ചെയ്യാം അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ചാർട്ടിങ്ങിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. MLC കേസ്, മെഡിക്കൽ ലീഗൽ കേസിന്റെ കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കണം കേട്ടോ. പിന്നെ കൺസൾട്ടിന്റെ കയ്യിൽ നിന്ന്, ഡോക്ടേഴ്സിന്റെ കയ്യിൽ നിന്ന് ഓർഡേഴ്സ് സ്വീകരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് അല്ലെ. ടെസ്റ്റുകൾക്കുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് കൊടുക്കുക, അതൊക്കെ ന്യൂസിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അതുപോലെ തന്നെ ക്ലോത്തിന്റെ പ്രത്യേകതകൾ പറഞ്ഞു അല്ലെ. ഈ എന്താണ്, പേഷ്യന്റിന്റെ റിലേറ്റീവ്സ് ഉള്ളതാണെങ്കിൽ അവർക്ക് നമ്മൾ ഡ്രസ്സ് തിരിച്ചു കൊടുക്കും. അഥവാ ബൈസ്റ്റാൻഡർ ഒന്നും ഇല്ലാത്ത ആളൊക്കെ ആണെങ്കിൽ എന്താണ്, അവരുടെ സ്വന്തം റിസ്കില്, പേഷ്യന്റിന്റെ റിസ്കില് അവിടെ ലേബിൾ ചെയ്ത് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ജ്വല്ലറീസ് ഉണ്ടാവാം, മണി ഉണ്ടാവാം, ഡ്രസ്സുകൾ ഉണ്ടാവാം. അപ്പൊ അതൊക്കെ പാക്ക് ചെയ്ത് ലേബിൾ ചെയ്തിട്ട്
അവിടെ അവരുടെ സ്റ്റോറിൽ സൂക്ഷിച്ചിരിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, അറിയാവുന്ന കാര്യങ്ങളാണ്, സിമ്പിൾ ആണ്. അതുപോലെ തന്നെ അഡ്മിഷൻ ഫ്രം എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്താണ് ഫേഷ്യൽ പാരലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എന്താ പറയാ ചൈതന്യക്ഷയം എന്നൊക്കെ പറയില്ലേ നമ്മള്, ചൈതന്യക്ഷയം എന്നൊക്കെ പറയാം നമുക്ക്. ചൈതന്യമില്ലായ്മ അല്ലെങ്കിൽ മുഖപ്രകാശമില്ലായ്മ എന്നൊക്കെ പറയില്ലേ, ആദ്യം തളർന്ന പോലത്തെ ഒരു ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ജസ്റ്റ് ഇന്ന് പഠിച്ചത് കേട്ടോ. അപ്പൊ ഇന്ന് പഠിച്ച എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, താങ്ക് യു.